ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഹെന്ന ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിനായിട്ട് റോസ്മേരി, ഉലുവ, നാരങ്ങയുടെ തൊലി, ഗ്രാമ്പൂ ഇതൊക്കെ വെള്ളത്തിലിട്ടിട്ട് വെച്ചിട്ടുണ്ട്. അതിൽ തേയിലപ്പൊടി ഇടുക, കൂടെ തന്നെ കരിവേപ്പില, ഒരു പിടി കരിവേപ്പില ഒന്ന് കശക്കി ഇങ്ങനെ ഞെരടി ഇടുക. കരിവേപ്പിലൊക്കെ മുടി കറുക്കാനും മുടി നല്ല ഉള്ളോട് വളരാനൊക്കെ നല്ലതിനാണ്. ഇതെല്ലാം ഇതിൻ്റെ കൂടെ ചെറുനാരങ്ങയുടെ തൊലിയും ചേർക്കുക. എന്നിട്ട് അടുപ്പത്ത് വെച്ച് നല്ലപോലെ തിളപ്പിച്ചെടുക്കുക. ഇപ്പോൾ ഏകദേശം കുറച്ച് നേരം ഞാൻ തിളപ്പിക്കാൻ തുടങ്ങിയിട്ട് ഇതിപ്പോൾ ഒരു പാത്രം വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അതങ്ങനെ തിളച്ച് ഒരു അരക്കപ്പ് അത്രയും ടിക്കേഷൻ. അതിൻ്റെ കൂടെ നീലിയാമരിപ്പൊടി, നെല്ലിക്കാപ്പൊടി, മൈലാഞ്ചിപ്പൊടി, കടുക്കാപ്പൊടി, ഭൃംഗരാജ പൊടി, ഇതെല്ലാം നല്ല അടിക്കനമുള്ള ഇരുമ്പ് ചട്ടിയാണ് വേണ്ടത്. അതിലേക്ക് ഇതെല്ലാം ഇടണം, ഓരോ പൊടികളും ഇടണം. ഞാനത് മാക്സിമം അളവിലാണ് ഇടുക. ഇപ്പോൾ ഭൃംഗരാജയുടെയൊക്കെ ആണെങ്കിൽ ഒരു 2 ടീസ്പൂൺ ഇടാം. കടുക്കാപ്പൊടി ഒരു അര സ്പൂണ്, അതുപോലെ ഇതുപോലെ അര സ്പൂൺ അത്ര തന്നെ. നെല്ലിക്കാപ്പൊടിയും 1 സ്പൂൺ അത്ര മതി. നിങ്ങൾക്കൊരളവ് ഞാൻ അങ്ങനെ പറയുകയാണ്. ഞാനൊരു കണക്കിലേ ഇടുള്ളൂ. എനിക്ക് സ്പൂൺ കണക്കൊന്നും എനിക്ക് സെറ്റാവില്ല. അതുപോലെ മൈലാഞ്ചിപ്പൊടി നമുക്ക് ആവശ്യത്തിന് ഇടാം. നമുക്ക് എത്രയാണോ ഹെന്ന ആവശ്യമുള്ളത് അതുപോലെ മൈലാഞ്ചിപ്പൊടിയും ഇടാം. മൈലാഞ്ചിപ്പൊടി ഞാൻ ഇടുന്ന എല്ലാ പൊടിയേക്കാളും കുറച്ച് കൂടുതലായിരിക്കണം നീലിയാമരിപ്പൊടി. അപ്പോഴാണ് ഈ കറുത്ത നിറം കിട്ടുക മുടിക്ക്. എന്നിട്ട് ഇതിലേക്ക് ഒരു പിഞ്ച് സോൾട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് നല്ല ആക്ടിവേറ്റ് അല്ലേ പറയുക, എന്തോ അതങ്ങനെ നല്ലപോലെ നല്ല സ്ട്രോങ് ആയിട്ട് നല്ല പിടിക്കും. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കുക. എന്നിട്ട് ആ ടിക്കേഷൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ടിക്കേഷൻ ഇതപ്പോൾ വടികെട്ടി എടുക്കുന്നുണ്ട്. അരിച്ചെടുക്കുക. തമിഴായതുകൊണ്ടാണ് വടികെട്ടി എന്ന് പറയുന്നത്. അരിച്ചെടുക്കുക. എന്നിട്ട് ഞാൻ അതിനുള്ളിൽ കുറച്ച് ആറാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് തിളച്ച സാധനമായിരിക്കും ഒഴിക്കരുത്. ആറാൻ വെച്ചതിന് ശേഷമാണ് ഒഴിക്കുക. ഇതുപോലെ ഹെന്ന ചെയ്യുമ്പോൾ മുടിക്ക് നല്ല ഉള്ളും തിക്കും എല്ലാം ഉണ്ടാവും. ഗ്രേ ഹെയറൊക്കെ മാറിക്കിട്ടും. ഇപ്പം നമ്മൾ ഈ ഹെന്ന യൂസ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു കോപ്പർ കളറാണ് മുടി ഗ്രേ ഹെയറിലുള്ളത് എങ്കിൽ പിറ്റേ ദിവസം, അതല്ലെങ്കിൽ നമുക്ക് ഈവനിങ് ആയാലും കുഴപ്പമില്ല, പിറ്റേ ദിവസം നീലിയാമ്പരി പൊടി സെപ്പറേറ്റ് തനിയെ കലക്കി തേച്ചാൽ മതി. അപ്പോൾ നല്ല ബ്ലാക്ക് കിട്ടും. ഇതുപോലെ നിങ്ങളും ഉപയോഗിച്ച് നോക്കുക, ഉണ്ടാക്കി ഉപയോഗിച്ച് നോക്കുക. നല്ലതാണ്. നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ഈ കെമിക്കൽ ചേർന്ന ഐറ്റംസൊക്കെ ഹെന്നയായി യൂസ് ചെയ്യണേക്കാട്ടി നല്ലത് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. ഇതുപോലെ ഇതപ്പോൾ ഞാൻ ഇപ്പോൾ മിക്സ് ആക്കുന്നുണ്ട്. ആ ഹെന്നയുടെ ആ ടിക്കേഷൻ കലക്കി വെച്ചെടുത്ത് ആ ഹെന്നയിലേക്ക് ഒഴിക്കുക. പൊടിയിലേക്ക് നല്ലപോലെ മിക്സാക്കി കൊടുക്കണം. ഒരുപാട് കട്ടിയൊന്നും പാടില്ല. ഒരു ലൂസായിട്ടുള്ള ഒരു ഇതിൽ തന്നെ, ഒരു കുറുക്ക് പരുവത്തിൽ നല്ല ലൂസിൽ തന്നെ ഇരിക്കണം. അത് നമ്മൾ ഈ ചീഞ്ചട്ടിയിൽ ചുറ്റും പരത്തി അത് രാവിലേക്കുള്ളിൽ നല്ലപോലെ തിക്കായിട്ടുണ്ടാവും. ഒരുപാട് കട്ടിയിലൊന്നും പരത്താൻ പാടില്ല. നല്ലപോലെ മിക്സാക്കി കൊടുക്കണം. കട്ടയായിട്ടൊന്നും നിൽക്കരുത്. നല്ലപോലെ മിക്സാക്കി കൊടുക്കുക. ഇതിപ്പോൾ നല്ലോണം ഗ്രേ ഹെയർ ഉള്ളവരാണെങ്കിൽ ഒരു മാസത്തിലൊരു 3 പ്രാവശ്യമൊക്കെ ആദ്യം തേക്കുക. പിന്നീട് മാസത്തിലൊരിക്കൽ തേച്ചാൽ മതി. പിന്നെ ഈ ബാലനരയൊക്കെയാണ് നമ്മൾ ആദ്യം തുടക്കമാണെന്നുണ്ടെങ്കിൽ ഒരു 2 മാസം വരെയൊക്കെ ഇതിൻ്റെ നിറം നിൽക്കും. ഇതുപോലെ ഇങ്ങനെയും ചെയ്യുക ഹെന്ന. ഇനി ഹെയർ ഡൈ ചെയ്യണം ബീട്രൂട്ട് കൊണ്ടും അതുപോലെ ചെമ്പരത്തിയുടെ ഇല കൊണ്ടും എല്ലാം കൊണ്ടും നമുക്ക് ഹെയർ ഡൈ ഒക്കെ ഉണ്ടാക്കാം. ഇതുപോലെയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് ഇതേപോലെ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. എന്തായാലും ഈ ചാനൽ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരും.
നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇനിയിപ്പോൾ നാളെയാണ് ഞാനിത് തേക്കുക. അടുത്ത ദിവസം തേക്കുന്ന സമയത്ത് എഗ് വൈറ്റ് യൂസ് ചെയ്യുക. ഒരു എഗ്ഗിൻ്റെ വെള്ള, അതിൻ്റെ കൂടെ തന്നെ ലേശം ചെറുനാരങ്ങ ഉപയോഗിക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സാക്കിയിട്ട് അപ്പം തന്നെ തേച്ച് കൊടുക്കുക. ഇപ്പോൾ ഈ മിക്സാക്കി വെക്കുന്ന സമയത്ത് എഗ് വൈറ്റ് ഒന്നും ചേർക്കണ്ട. എന്നിട്ട് മൈൽഡായിട്ടുള്ള ഷാമ്പു ഏതെങ്കിലും യൂസ് ചെയ്തിട്ട് കഴുകാം. എഗ് വൈറ്റ് ഇടുകയാണെങ്കിൽ, ഇല്ലാതെ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ഷാമ്പു ഒന്നും ഉപയോഗിക്കേണ്ട, സിമ്പിൾ സാദാ വെള്ളത്തിൽ തല കഴുകിയെടുത്താൽ മതി. ഓക്കെ, റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ.